നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂവിളികളുമായി വീണ്ടും ഒരു അത്തം പിറന്നു. മലയാളിക്കിനി ഓണാഘോഷ നാളുകൾ. അത്തം പിറന്നതോടെ നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. ഓഗസ്റ്റ് 26-ന് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം. രാമായണ മാസാചരണത്തിന് സമാപനം. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ഭക്തിസാന്ദ്രം. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതിക്ക് പൂമൂടലും ഭക്തി നിർഭരം. വടനാകുറിശി ചോറോട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിറപ്പുത്തിരി. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ ആനയൂട്ട്. മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാശിവക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ. കണയം കാഞ്ഞിരക്കോട് മഹാശിവക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണം. മങ്കര ശ്രീ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമത്തോടെ രാമായണ മാസാചരണത്തിന് സമാപനം. ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്ത് നിരവധി ഭക്തർ. വാർത്തകൾ വിശദമായി. പൂവിളികളുമായി വീണ്ടും ഒരു അത്തം പിറന്നു. മലയാളിക്കിനി ഓണാഘോഷ നാളുകൾ. അത്തം പിറന്നതോടെ നാടെങ്ങും ഓണാഘോഷ പരിപാടികളും സജീവമാകും. ഓഗസ്റ്റ് 26-നാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം. കർക്കിടകം തീരും മുൻപേ അത്തമെത്തി. ഇന്ന് ഞായറാഴ്ച അത്തം പിറന്നു. പൂക്കളും പൂക്കളങ്ങളുമായി നാടെങ്ങും ഓണാഘോഷത്തെ വരവേൽക്കാനുള്ള നാളുകളാണിനി മലയാളികൾക്ക്. മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച പൂക്കളങ്ങളും തൊടിയിൽ നിന്നും പറിച്ചെടുത്ത പൂക്കളുമൊക്കെയായി രാവിലെ മലയാളികൾ ഭവനങ്ങളിൽ മറ്റും അത്തപ്പൂക്കളം തീർത്തു. അത്തം പിറന്നതോടുകൂടി ഓണാഘോഷ പരിപാടികൾ നാടെങ്ങും സജീവമാകും. വിവിധ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ അടക്കം ആഘോഷങ്ങൾ കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളിൻ്റെ ഓർമ്മ പുതുക്കി ഇത്തവണയും ഓണം കളറാക്കാനുള്ള ആഘോഷനാളുകളാണിനി. ഇതിനകം പൂവിപണിയും സജീവമായിട്ടുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉടൻ ഓണച്ചന്തകളും ആരംഭിക്കും. ഇനി 10 നാൾ ആഘോഷ തിമിർപ്പിലായിരിക്കും മലയാളക്കര. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ യങ് ഇന്ത്യ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് EMS പഠിപ്പിച്ചിരുന്ന ചരിത്ര അധ്യാപകൻ പറഞ്ഞത്, എനിക്ക് നഷ്ടപ്പെടുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ ചരിത്ര വിദ്യാർത്ഥിയാണ്. പക്ഷേ എനിക്ക് അഭിമാനമുണ്ട്, അവൻ ചരിത്രം പഠിക്കേണ്ടവനല്ല, ചരിത്രം നിയോഗിക്കേണ്ടവനാണ്. ക്ലാസ് ഉപേക്ഷിച്ചുകൊണ്ട് സ്വതന്ത്ര സമരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന EMS ഉദ്ദേശിച്ചുകൊണ്ട് EMSന്റെ ചരിത്ര അധ്യാപകൻ പറഞ്ഞ വാചകമായിരുന്നത് ചരിത്രം പഠിക്കേണ്ടവരല്ല, ചരിത്രം നിയോഗിക്കേണ്ടവരാണ് എന്നുള്ളതാണ്. ആ അധ്യാപകന്റെ വാക്കുകൾ പിന്നീട് ഫലവത്തായി. ഏഷ്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് സഖാവ് EMS എന്നുള്ളതായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് കെ രാഹുൽ ദാസ് അധ്യക്ഷത വഹിച്ചു. ഈ അർച്ചന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CPIM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം K കൃഷ്ണകുമാർ, ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ്, CPM മനുശ്ശേരി ലോക്കൽ സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ, ട്രഷറർ U ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് K മണികണ്ഠൻ, TM ദുർഗാദാസ്, EK നിഷാദ്, MK ഉണ്ണികൃഷ്ണൻ, K അനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ പരുത്തിപ്ര ഈസ്റ്റ് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ നാട്ടുചന്ത ശ്രദ്ധേയമായി. ഷൊർണൂർ നഗരസഭ CDS ചെയർപേഴ്സൺ P ജിഷ നാട്ടുചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ പ്രിയൊരു നാട്ടുചന്ത സംഘടിപ്പിക്കുന്നുണ്ട്, വളരെ ചുരുക്കത്തിലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വളരെ വിപുലമായിട്ടുള്ളൊരു നാട്ടുചന്തയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ടപ്പോൾ തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ഹാളിലേക്ക് കയറിയപ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം, അഭിമാനം തോന്നിയൊരു നിമിഷമാണ്. കാരണം ഇത്തരത്തിൽ നമ്മുടെ ഓരോ വാർഡിനകത്തും എല്ലാവരും ഇങ്ങനെ നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന വളരെ നാട്ടിലുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മുടെ വീടിനകത്തുള്ള നമ്മുടെ നാടൻ പച്ചക്കറികൾ എല്ലാം ഇങ്ങനെ ഇത്തരത്തിലൊരു വിപണനം നടത്തുകയാണെങ്കിൽ വളരെയധികം കുടുംബശ്രീ അംഗങ്ങൾക്കും അതുപോലെ നമ്മുടെ നാട്ടിലുള്ളവർക്കും വാർഡിനകത്തുള്ളവർക്കൊക്കെ വലിയൊരു പ്രചോദനമായി മാറാൻ വേണ്ടി കഴിയും. ഷൊർണൂർ നഗരസഭയിലെ 30-ാം വാർഡ് പരുത്തിപ്പുറ ഈസ്റ്റ് ADSന്റെ നേതൃത്വത്തിലാണ് ഞായറാഴ്ച രാവിലെ നാട്ടുചന്ത സംഘടിപ്പിച്ചത്. പരുത്തിപ്പുറ നരസിംഹമൂർത്തി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു നാട്ടുചന്ത. പലചരക്ക്, ഭക്ഷ്യവസ്തുക്കൾ, ഡയറി ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഫാൻസികൾ, പൂക്കൾ തുടങ്ങിയവയാണ് നാട്ടുചന്ത വിപണിയിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ. ADS സെക്രട്ടറി സുധ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ADS ചെയർപേഴ്സൺ M പ്രിയ അധ്യക്ഷത വഹിച്ചു. 30-ാം വാർഡ് കൗൺസിലർ പുഷ്പലത ആശംസകൾ നേർന്ന് സംസാരിച്ചു. CDS ചെയർപേഴ്സൺ P ജിഷയിൽ നിന്ന് പ്രൊഫസർ CM നീലകണ്ഠൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ADS അംഗം അഖില നന്ദി പറഞ്ഞു.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഗ്രാമീണ നാടക കൂട്ടായ്മകളെ തിരികെ പിടിക്കുന്നതിനായി വാടാനംകുറിശി ആരബി പുതിയ നാടകം രൂപപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ദർപ്പണ 2026 എന്ന പേരിൽ ഏകദിന അഭിനയ കളരി സംഘടിപ്പിച്ചു. വരാനിരിക്കുന്ന ജനുവരിയിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ നാടകം അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. വാരണാസി ആരബിയിലെ അഭിനയ പരിശീലന കളരിയിൽ എല്ലാവരും എത്തി. ഇനി ഒറ്റ മനസ്സോടെ പുതിയൊരു നാടകം രൂപപ്പെടുത്തുകയാണ് ആരബിയുടെ ലക്ഷ്യം. അമേച്ചർ നാടകരംഗത്തെ തനതായ ഒരിടം കണ്ടെത്തിയ ആരബി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണ നാടക കൂട്ടായ്മകളെ തിരികെ പിടിക്കുന്നതിനും ജനുവരിയിൽ നടക്കാനിരിക്കുന്ന വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഒരു നാടകം അരങ്ങിലെത്തിക്കുന്നതിനുമായാണ് അഭിനയ പരിശീലന കളരി സംഘടിപ്പിച്ചത്. ഞായറാഴ്ച ആരബിയിൽ ദർപ്പണ 2026 എന്ന പേരിലാണ് അഭിനയ പരിശീലന കളരി ഒരുക്കിയത്. പ്രശസ്ത നാടക പ്രവർത്തകനായ പ്രദീപ് നാരായണൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലന കളരി സംഘടിപ്പിച്ചത്. നാടകരചന, അഭിനയം, സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവയിൽ താൽപ്പര്യമുള്ളവരും നാടകത്തെ സ്നേഹിക്കുകയും ആസ്വദിക്കുന്നവരുമായ ആളുകൾ കളരിയിൽ പങ്കെടുത്തു. അഭിനയ പരിശീലന കളരിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. ഒരു നാടകം ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ സാധാരണമായി ഒരു 1.5 ലക്ഷം രൂപയോളം നമുക്ക് ചിലവാകുന്നുണ്ട്. അപ്പോൾ പുതിയ ആളുകൾ ചിന്തിക്കുന്നത് ഒരു 40 രൂപയോ 45 രൂപയോ കൊടുത്താൽ പ്രൊഫഷണൽ നാടകം വന്ന് ഇവിടെ കളിച്ചു പോകുമല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും പൈസ ചെലവാക്കുന്നത് എന്ന ഒരു ചോദിക്കുന്ന ആളുകളുടെ ചോദ്യം പ്രസക്തമാണ്. സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പൈസ വാങ്ങി ഇത്രയും വലിയ ഒരു ചെലവ് എന്തിനാണ് നടത്തുന്നത്? പക്ഷെ പുറമെ നിന്നൊരു നാടകം വന്ന് കളിച്ചു പോയാൽ അത് നമ്മുടെ നാടിൽ ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ അഭിനയിക്കുമ്പോഴും അവരൊരു നാടകം കളിക്കുമ്പോഴും ഉണ്ടാവുന്ന ആ ഒരു കൂട്ടായ്മയും ആ നാട്ടിനോടുള്ള ആ ഒരു സന്ദേശവും ഒരു കലാസമിതിയെ പോലെയുള്ള ഒരു ക്ലബ്ബുകളെ പോലെയുള്ള ഇവർക്കൊക്കെ വലിയ ഗുണമായി മാറുന്ന ഒന്നാണ്. CP രാമൻ അധ്യക്ഷത വഹിച്ചു. രമേശ് സ്വാഗതം പറഞ്ഞു. വരാനിരിക്കുന്ന ജനുവരിയിൽ ആരബി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി രൂപപ്പെടുത്തുന്ന ആ നാടകം അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. ആരബി കുടുംബത്തിൽ നിന്നുള്ളവരെ തന്നെ പരിശീലിപ്പിച്ച് നാടകം അവതരിപ്പിക്കും. ഇതിനായി ഒരു കഥ ഉടൻ തന്നെ തയ്യാറാക്കുമെന്നും അധികൃതർ പറയുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ലയൺസ് ക്ലബ്ബ് ഓഫ് പാലക്കാട് സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ചടങ്ങ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. കാരണം ഒരു ലയൺ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെയും ഡിസ്ട്രിക്റ്റിന്റെയും ക്ലബിന്റെയും നിയമാവലികൾ അനുസരിച്ചുകൊണ്ട് ആ തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ആസ് എ പ്രൗഡ് ലയനായിട്ട് നമ്മളെല്ലാവരും കാണുന്നത്. പ്രൗഡ് ലയനായിട്ട് കാണുന്നത്. കാരണം ഈ വർഷം നമുക്കറിയാം ഡിസ്ട്രിക്റ്റിന്റെ പൊതുവായിട്ടുള്ള തീരുമാനം കഴിഞ്ഞ ക്യാബിനറ്റ് മീറ്റിംഗിൽ എടുത്തതാണ്. ഇൻഡക്ട് ചെയ്തിട്ടുള്ള ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അംഗങ്ങളെ മാത്രം ഇൻഡക്ഷൻ സെറമണിയിൽ പങ്കെടുത്താൽ മതി, ഇൻഡക്ഷൻ പൂർത്തീകരിച്ചാൽ മതി എന്നുള്ളത് ഡിസ്ട്രിക്ട് ക്യാബിനറ്റിന്റെ തീരുമാനമാണ്. ഒരിക്കലും ലയൺ സുരേഷ് വാര്യയുടെയോ ലയൺ KM അഷ്റഫിന്റെയോ വിമൽ വേണുവിന്റെയോ അല്ലെങ്കിൽ മറ്റു പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സിന്റെയോ തീരുമാനമല്ല. നമ്മളെ ഈ പ്രസ്ഥാനത്തിന് തൃശ്ശൂർ പാലക്കാട് ജില്ലയിലെ നേതൃത്വം കൊടുക്കുന്ന ഏകദേശം 450 അംഗങ്ങൾ ഉൾപ്പെടുന്ന ക്യാബിനറ്റിന്റെ ഡിസിഷനാണ് ഈ തീരുമാനം. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചികിത്സാ ധനസഹായ വിതരണവും ഉണ്ടായി. കഴിഞ്ഞ വർഷത്തിലെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്ഥാനമൊഴിയുന്ന സെക്രട്ടറി അനിൽ ജോസഫ്, ട്രഷറർ പരമേശ്വരൻ, സർവീസ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ്, ഡയറക്ടർ SR ബാബു, റീജിയണൽ ചെയർപേഴ്സൺ ഈശ്വരൻ നമ്പൂതിരി, സോൺ ചെയർപേഴ്സൺ MVR എന്നിവർ സംസാരിച്ചു. പാട്ടത്തിനെടുത്ത 50 സെന്റ് കൃഷിസ്ഥലത്ത് 100 മേനി ചെണ്ടുമല്ലിപ്പൂ വിരിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പഴയന്നൂർ പഞ്ചായത്തിലെ 18-ാം വാർഡ് കുമ്പളക്കോട് സ്വദേശികളായ OK പൈലിയും M സംസുവും. മഞ്ഞ, ചുവപ്പ്, വെള്ള നിറത്തിലുള്ള ഹൈബ്രിഡ് ഇനങ്ങളാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. പൂക്കൾ തേടി ആവശ്യക്കാർ ഏറെ എത്തുന്നുണ്ട്. പൂക്കളം തീർക്കാനായി മലയാളികൾ ഇന്ന് ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിൽ എത്തുന്ന പൂക്കളെയാണ്. എന്നാൽ സ്വന്തം നാട്ടിൽ ചെണ്ടുമല്ലി കൃഷി നടത്തി വിജയിച്ച കഥകളാണ് ഇവർക്ക് പറയാറുള്ളത്.
ഹൈബ്രിഡ് ചെണ്ടുമല്ലി ചെടിക്ക് 3 രൂപ മുടക്കി മണ്ണുത്തി കൃഷിഭവനിൽ നിന്ന് പഴയന്നൂർ കൃഷിഭവൻ വഴിയാണ് ചെടികൾ എത്തിയത്. പൈലിയും ഷംസും ചേർന്ന് പാട്ടത്തിനെടുത്ത 50 സെൻറ് സ്ഥലത്ത് മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നീ 3 തരത്തിലുള്ള ചെണ്ടുമല്ലികൾ കൃഷി ചെയ്തു. 3.5 മാസമായപ്പോഴേക്കും ഇതിൽ വളരെ ഭംഗിയേറിയ പൂക്കളാണ് വളർന്നു വന്നത്. ഇത് കാണാനും ഫോട്ടോ എടുക്കാനുമായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പതിവ് തെറ്റി കനത്ത മഴ വന്നതും ഓണം നേരത്തെ വന്നത് ഇവർക്ക് കൃഷിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പൂവിൽ വെള്ളം നിറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ട്. കൂടാതെ കടക്കാർ ചെണ്ടുമല്ലിയിൽ വെള്ളം നിറഞ്ഞു തൂക്കം കൂടുതലാവുമെന്നതിനെ തുടർന്ന് പൂക്കൾ വാങ്ങിക്കാനും മടിക്കുന്നുണ്ട്. എന്നിരുന്നാലും നാട്ടിലെ പൂക്കൾ വാങ്ങിക്കാൻ ആളുകൾ ഇവിടെ എത്തുകയും ആവശ്യക്കാർക്ക് വീട്ടിലെത്തിക്കുന്ന പരിപാടിയും ഇവർക്കുണ്ട്. തിരുവോണം കഴിഞ്ഞാൽ 1-2 ദിവസം കൂടി ഇവർ ചെണ്ടുമല്ലിയെ സംരക്ഷിച്ചു പോകും. തുടർന്ന് അതിനെ വെട്ടിക്കളഞ്ഞ് മറ്റ് കൃഷിയിലേക്ക് ഇറങ്ങും. അതിനു മുന്നേ ഇറക്കിയ കാശ് തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഈ കർഷകർ. പഞ്ചായത്ത് 19-ാം വാർഡാണ്, അല്ല 18-ാം വാർഡാണ്. 18-ാം വാർഡിൽ ഞങ്ങൾ പാടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഓണമായിട്ട് നമുക്ക് മുതൽ മുടക്ക് കിട്ടിയില്ലെങ്കിലും കുറച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഇപ്പോൾ പഴയ കാലത്ത് നമ്മൾ ഹൈബ്രിഡായിരുന്നു, അല്ല മറ്റേ നാടൻ ചെടിയായിരുന്നു. ഇപ്പോൾ ഹൈബ്രിഡാണ്. ഹൈബ്രിഡിൽ വളരെ നമുക്ക് മൊത്തം ലാഭം കിട്ടിയില്ലെങ്കിലും മുടക്ക് മുതൽ കിട്ടാനുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇല്ല, നമ്മൾ ലൈനിൽ കൊണ്ട് കൊടുക്കും. ഇവിടെ വന്ന് വാങ്ങുന്നവരുണ്ട്, ലൈനിൽ കൊണ്ട് കൊടുക്കും. പിന്നെ നമ്മൾ കൊണ്ടു കൊടുക്കലാണ് മെയിൻ. വരുന്നവർ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. നമ്മൾ ലൈനിൽ കൊണ്ട് കൊടുക്കുകയാണ്. കടകളിൽ കൊടുക്കല്ല, വീടുകളിൽ കൊണ്ട് കൊടുത്താലേ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീടുകളിലേക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് വളരെ മോശമായിട്ടും മറ്റേ നശിച്ചു പോകും. മഴ ഇല്ലാതെ കിട്ടുകയാണെങ്കിൽ പൂ വലിയ ദോഷമില്ലാത്ത രീതിക്ക് വിരിഞ്ഞ് വളഞ്ഞ് വരും. അങ്ങനെയാണ് ഇതിൻ്റെ രീതി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അത്തത്തോടനുബന്ധിച്ച് ഷൊർണൂരിലെ TTA-മാരുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളം ഒരുക്കി. ദേവസ്യ, സജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദീപ്, സി ദീപ, വി ദീപ, സന്തോഷ്, വിമൽ, രതീഷ്, സെബാസ്റ്റ്യൻ, കൃഷ്ണകുമാർ എന്നിവർ പങ്കാളികളായി. ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കുന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടക മാസം 1 മുതൽ 31 വരെ നടന്നു വന്നിരുന്ന രാമായണ പാരായണത്തിന് സമാപനമായി. ചടങ്ങുകളുടെ ഭാഗമായി നടന്ന ഇല്ലനിറ ഭക്തിസാന്ദ്രമായി. മേൽശാന്തി തൊടിച്ചിൽ രാജേന്ദ്ര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതിക്ക് പൂമുടലും ഭക്തിസാന്ദ്രമായി. വാതിൽ പിച്ചള പൊതിഞ്ഞതിന്റെ സമർപ്പണവും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതിക്ക് പൂമൂടൽ ചടങ്ങും ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മനക്കൽ കുമാരസ്വാമി നമ്പൂതിരിപ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗത്തെ വടക്കേ വശത്തെ വാതിൽ പിച്ചള പൊതിഞ്ഞതിൻ്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടന്നു. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ ചുമരുകൾ പൊതിയുന്നതിൻ്റെ ആദ്യഘട്ടമായി കിഴക്കേ ഭാഗം പിച്ചള പൊതിയുന്നതിനുള്ള തുകയായ 1,50,000 രൂപ ഓങ്ങല്ലൂർ പട്ടാന്തൊടി കുട്ടിനാരായണിൽ നിന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഏറ്റുവാങ്ങി. വിവിധ ചടങ്ങുകളിലായി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനകുറിശി ശ്രീ ചോറോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നിറപുത്തിരിയും നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ നടത്തിയത്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ചാണ് വാടാനകുറിശി ശ്രീ ചോറോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നിറപുത്തിരിയും നടത്തിയത്. ക്ഷേത്രം മേൽശാന്തി ശംഭു ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. ദർശനത്തിനായി ഭക്തരും എത്തിയിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും രാമായണ പാരായണവും നടത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണികുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ മഹാഗണപതി ഹോമവും തുടർന്ന് ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ആനയൂട്ടിന് ശേഷം ഭക്തർക്കായി പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് പുലാച്ചിത്ര വനിതാവേദിയുടെ നേതൃത്വത്തിൽ രാമായണ കഥയെ അടിസ്ഥാനമാക്കിയുള്ള തിരുവാതിരക്കളിയും അരങ്ങേറി.
മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാശിവക്ഷേത്രത്തിൽ ഒരു മാസം നീണ്ടുനിന്ന രാമായണ മാസാചരണത്തിന് സമാപനമായി. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവന്റെ നേതൃത്വത്തിലുള്ള 15 പേരായിരുന്നു രാമായണ പാരായണത്തിന് നേതൃത്വം നൽകിയത്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ദൈവാർത്ഥമായും ഉടനുണ്ടാകും ആദികളെല്ലാം അകന്നു നിർണയം ദേവപിതൃഗണ താപസ മുഖ്യന്മാരും മറ്റും പ്രസാദിക്കുവനും കൽമഷമെല്ലാം അകലും അതേല്ല ധർമാർത്ഥകാമോഷങ്ങൾ ആദിപിടിടും ആധ്യാത്മരാമായണം പരമേശ്വരൻ ആധ്യാത്മരാമായണം പരമേശ്വര ഉപദേശിച്ചിതാതരാൽ. ഇരുനിലങ്കോട് ക്ഷേത്രം പൂജാരി രാജീവ്, കൊടുങ്ങല്ലൂർ കുരുമാത്ര ഗുരുപഥത്തിലെ പൂജാരികളായ ഗിരീഷ്, കണ്ണൻ എന്നിവരും ഇരുനിലങ്കോട് ക്ഷേത്രം പൂജാരി രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മഹാഗണപതി ഹോമം നടന്നത്. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവന്റെ നേതൃത്വത്തിലുള്ള 15 പേരായിരുന്നു രാമായണ പാരായണത്തിന് ഒരു മാസം നേതൃത്വം നൽകിയത്. ഇവർക്കെല്ലാവർക്കും ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഓണപ്പുടവ് നൽകി ആദരിച്ചു. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തിയത്. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവൻ, ജനറൽ സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ്, മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കണയം കാഞ്ഞിരങ്ങാട്ട് മഹാശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് സമാപനമായി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്നു വന്നിരുന്ന വിശേഷാൽ ചടങ്ങുകൾക്കാണ് സമാപനമായത്. പരിപാടിയോടനുബന്ധിച്ച് തവന്നൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ സ്മിത ദാസ് അവതരിപ്പിച്ച ഭക്തി പ്രഭാഷണവും ഉണ്ടായിരുന്നു. കൈകേയിയുടെ അച്ഛനമ്മമാരെ കുറിച്ചൊന്നും പറയുന്നത് ആ ഒരു സഹോദരനെ കുറിച്ച് മാത്രമേ പറയുന്നു. യുദ്ധാജിത്ത് എന്ന് പറയുന്ന ഒരു സഹോദരനെ കുറിച്ച് മാത്രമേ പറയുന്നു. വളരെ ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ട കുട്ടിയാണ് കൈകേയി. ഈ കൈകേയിനെ നോക്കി വളർത്തിയത് മന്ധരയാണ്. ചെറുപ്പം നോക്കി വളർത്തിയത് മന്ധരയാണ്. അപ്പൊ നമ്മുടെ 3 അമ്മമാരുടെ കൂട്ടത്തിലേക്ക് ആരെ കൂടി ചേർത്ത് വെക്കണം? മന്ധരെ കൂടി ചേർത്ത് വെക്കണം. മന്ധര ദാസിയാണ്. ദാസി രാജകുമാരി എന്നൊന്നും പറഞ്ഞിട്ടില്ല. കൂനോട് കൂടിയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് മന്ധരയെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ മന്ധര ദാസിയാണ്. ദാസിയുടെ അവകാശം. മങ്കര ശ്രീ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണം സമാപിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന ലളിതാ സഹസ്രനാമത്തോടു കൂടിയായിരുന്നു പാരായണം സമാപിച്ചത്. രാവിലെ ലളിതാ സഹസ്രനാമത്തോടുകൂടി പാരായണം സമാപിച്ചു. പാരായണം നടത്തിയ ശ്രീ ശ്യാം സുന്ദർ നഗരിപ്പുറമായിരുന്നു. ശേഷം N കൃഷ്ണകുമാർ നാരായണത്തെ ആസ്പദമാക്കി ഭക്തി പ്രഭാഷണം നടന്നു. പ്രഭാഷണ ശേഷം പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. പാരായണം പ്രഭാഷണം നടത്തിയ കൃഷ്ണകുമാർ, ശ്യാം സുന്ദർ എന്നിവരെ ക്ഷേത്രം ഭാരവാഹികൾ ആദരിച്ചു. ക്ഷേത്രത്തിനു വേണ്ടി മേൽശാന്തി സുരേഷ്, മോഹൻദാസ് പണിക്കർ, മാധവൻകുട്ടി, രാധാകൃഷ്ണൻ കല്ലിങ്ങൽ, മുരളി മങ്കര, വത്സല മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂവിളികളുമായി വീണ്ടും ഒരു അത്തം പിറന്നു. മലയാളിക്കിനി ഓണാഘോഷ നാളുകൾ. അത്തം പിറന്നതോടെ നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. ഓഗസ്റ്റ് 26-ന് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം. രാമായണ മാസാചരണത്തിന് സമാപനം. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ഭക്തിസാന്ദ്രം. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതിക്ക് പൂമൂടലും ഭക്തി നിർഭരം. വടനകുറിശി ചോറോട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിറപ്പുത്തിരി. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ ആനയൂട്ട്. മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാശിവക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ. കണയം കാഞ്ഞിരക്കോട് മഹാശിവക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണം. മങ്കര ശ്രീ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമത്തോടെ രാമായണ മാസാചരണത്തിന് സമാപനം. ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്ത് നിരവധി ഭക്തർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.